നമ്മൾ പൂഴിയിൽ നിന്നിട്ടാ കളിച്ച എൻ്റെ കുട്ടികൾ. അവർക്ക് കളിക്കാൻ പറ്റുന്നില്ലായിരുന്നു. കാല് പൊക്കാന്ന് വെച്ചാൽ പൂഴിയിൽ നമ്മൾ ചവിട്ടി അറിയാലോ, താന്നു പോവും. പിന്നെ കാലെടുക്കണമെങ്കിൽ 2 സെക്കൻഡ് വേണ്ടേ. അതുകൊണ്ട് അങ്ങനെ കളിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മളിത് വെറുതെ ഒരു പ്രഹസനത്തിന് വന്നല്ലോ. ഓൾമോസ്റ്റ് ഒരു വർഷമായി നമ്മൾ ഇതിന്റെ പുറകെ. ഈ കാണുന്നതൊക്കെയാണ് പൂഴിമണ്ണ്. പ്രേക്ഷകർ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ്. കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ എവിടെയാണ് പൂഴിമണ്ണെന്ന് ചോദിച്ചു. ഈ കാണുന്നതാണ് പൂഴിമണ്ണ്. നമസ്കാരം. കഴിഞ്ഞ ദിവസം കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന നൃത്ത പരിപാടിയിൽ ഇവിടെ എത്തിയ പാർട്ടിസിപ്പൻസ് എല്ലാം വലിയ ബുദ്ധിമുട്ട് നേരിട്ടു എന്നുള്ളൊരു വാർത്ത മറുനാടൻ പുറത്തുവിട്ടിരുന്നു. നൃത്ത അധ്യാപിക തന്നെയാണ് അത് പറഞ്ഞത്. ആ കുട്ടികളൊക്കെ പൂഴിമണ്ണിൽ ചവിട്ടിയാണ് നൃത്തം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടായിരുന്നു നൃത്തം ചെയ്യുവാനെന്ന് അവർ പറഞ്ഞിരുന്നു. അതിനിടയിൽ കുറേ കമൻറ്റുകളൊക്കെ വന്നിരുന്നു. സ്റ്റേഡിയത്തിൽ എവിടെയാണ് ഈ പൂഴിമണ്ണുള്ളത്? ഇവിടെയെല്ലാം പുല്ല് മാത്രമല്ലേ കാണുന്നുള്ളൂ എന്നാണ്. ശരിയാണ്, നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഇവിടെയൊക്കെ പുല്ലാണ്. ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഫുട്ബോൾ കളിക്കുന്ന സ്ഥലമാണ്. അപ്പം അവിടെ അതീവ സുരക്ഷാ മേഖലയാണ്. അതുവഴി ആർക്കും നടക്കാൻ പാടില്ല. അത് വളരെ ശ്രദ്ധാപൂർവം സുരക്ഷയൊക്കെ നൽകി സംരക്ഷിക്കുന്ന സ്ഥലമാണ്. ഇതിന് ചുറ്റുമാണ് കുട്ടികൾക്ക് നൃത്തം ചവിട്ടുവാൻ അല്ലെങ്കിൽ ഈ ഡാൻസ് പരിപാടിക്ക് വന്ന ഗിന്നസ് റെക്കോർഡ് നേടുവാനായി എത്തിയ ഈ നർത്തകരെല്ലാം ഡാൻസ് ചെയ്തത് ഈ സ്റ്റേഡിയത്തിന് വശങ്ങളിലായിരുന്നു. ഈ കാണുന്നതൊക്കെയാണ് പൂഴിമണ്ണ്. പ്രേക്ഷകർ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ്. കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ എവിടെയാണ് പൂഴിമണ്ണെന്ന് ചോദിച്ചു. ഈ കാണുന്നതാണ് പൂഴിമണ്ണ്. ഇത് ഒരു ഭാഗമാണ്. ഇനി ഈ വശങ്ങളിലേക്ക് നോക്കുമ്പോൾ ഇവിടെയെല്ലാം പൂഴിമണ്ണുണ്ട്. പ്രേക്ഷകരെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം, നടുക്കാണ് ഈ പുല്ല് ഉള്ളത്, പച്ച പുല്ലുള്ളത്. അവിടെയാണ് അവർ വെള്ളമൊക്കെ ഒഴിച്ച് അത് വെട്ടി വൃത്തിയാക്കി സംരക്ഷിക്കുന്നത്. ഇവിടെയൊക്കെ പൂഴിമണ്ണാണ്. ഈ കാണുന്ന സ്ഥലത്തിലെല്ലാം നിങ്ങൾ കാണുന്നത് പൂഴിമണ്ണ് തന്നെയാണ്. ഇവിടെയൊക്കെ നൃത്തം ചെയ്യുമ്പോഴുള്ള അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ചവിട്ടുമ്പോൾ തന്നെ ഈ മണ്ണൊക്കെ ഇങ്ങനെ തെറിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ മണ്ണിങ്ങനെ തെറിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ വശങ്ങളിലെല്ലാം ഇതിന് ചുറ്റും നടക്കാൻ 1 കിലോമീറ്ററോളം നടക്കേണ്ടി വരും ചുറ്റും. അത് അങ്ങനെ നടക്കുന്നില്ല. ഈ ഉള്ള ഭാഗങ്ങൾ കുറച്ച് ഭാഗം പ്രേക്ഷകർക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി കാണിച്ചു തന്നതാണ്. അപ്പോൾ ആ രീതിയിലാണ് ഇവിടെയുള്ളത്. ഇവിടെയൊക്കെയുണ്ട്. ഈ ഭാഗത്തും പൂഴിമണ്ണ് കിടപ്പുണ്ട്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഇവിടെയൊക്കെ നിന്ന് നൃത്തം ചവിട്ടുന്ന കുട്ടികളുടെ അവസ്ഥ നിങ്ങൾ ആലോചിക്കാവുന്നേ ഉള്ളൂ. അതായത് മറ്റൊരു ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് ഈ ഒരു നൃത്ത പരിപാടി നടത്താമായിരുന്നു എന്നാണ് ആ നൃത്ത അധ്യാപിക പറഞ്ഞത്. അറിയാം, ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും ഈ മണ്ണ് മാറുമ്പോൾ അത് ഒരുപക്ഷെ അവർ മറിഞ്ഞു വീഴുവാനുള്ള ഒരു സാധ്യതയുണ്ട്, പൂഴിമണ്ണായതുകൊണ്ട് തന്നെ. എന്തായാലും ഇവിടെ വെച്ച് നടത്തേണ്ട ആവശ്യമില്ലായിരുന്നു. കുറച്ചുകൂടി സ്ഥലമുള്ള സ്ഥലത്ത് നടത്തിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നും അവർ അഭിപ്രായം പങ്കുവച്ചിരുന്നു. പ്രേക്ഷകർക്ക് കാണാം അവിടെ പൂഴിമണ്ണ്, ഇവിടെയാണ് ഈ പച്ച പുല്ലൊക്കെ ഉള്ളത്. ഇത് പ്രേക്ഷകർക്കൊന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെയൊരു വാർത്ത മറുനാടൻ പുറത്തുവിടുന്നത്. കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നിന്നും രഞ്ജിത്ത് എസ് പിള്ളയ്ക്കൊപ്പം ആർ പിയൂഷ്, മറുനാടൻ TV.